ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് അബീലിയൻ ഗ്രൂപ്പ്, നോൺ അബീലിയൻ ഗ്രൂപ്പ്, ഫൈനൈറ്റ് ഗ്രൂപ്പ്, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് അബീലിയൻ ഗ്രൂപ്പ്? അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഗ്രൂപ്പ് എന്താണെന്നൊന്ന് റീകോൾ ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സെറ്റ്, അതിനൊപ്പം ഒരു ബൈനറി ഓപ്പറേഷനും അല്ലേ? ആ ബൈനറി ഓപ്പറേഷൻ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും? 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി, അതേപോലെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് അബീലിയൻ ഗ്രൂപ്പ്. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 പ്രോപ്പർട്ടിയുടെ കൂടെ എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടി കൂടി വരും, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് പറയുക. സോ എ ഗ്രൂപ്പ് ഈസ് കാൾഡ് അബീലിയൻ ഇഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അവിടെ ഡെഫിനേഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഓപ്പറേഷൻ അവിടെ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പറയുന്നത് തന്നെ ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമ്മളത് ഓൾറെഡി ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനോ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ നമുക്കെന്ത് പറയാം? അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത്, അപ്പോൾ അതിൽ തന്നെ റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. റിയൽ നമ്പേഴ്സ് ഫുള്ള് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. റിയൽ നമ്പേഴ്സ് നോൺ സീറോ റിയൽ നമ്പേഴ്സാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കും. നോൺ സീറോ റിയൽ നമ്പേഴ്സാണ്, സീറോ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ നോൺ അബീലിയൻ ഗ്രൂപ്പ്. നോൺ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അബീലിയൻ്റെ ഓപ്പോസിറ്റ്. അപ്പം അബീലിയൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യില്ല? ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ അതിന് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എ ബി ഓൾവേസ് നോട്ട് ഈക്വൽ ടു ബി എ അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, നോൺ അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വരുന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഫൈനൈറ്റ് ആണ്. നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമുക്കവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ അത് എന്ത് ഗ്രൂപ്പായിരിക്കും? ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ നമ്മളവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 1 - 1. അപ്പോൾ അവിടെ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? ആകെ 2 എലമെൻറ്റ്സേ ഉള്ളൂ. ഇത് മൾട്ടിപ്ലിക്കേഷനിലാണ് കേട്ടോ, അണ്ടർ മൾട്ടിപ്ലിക്കേഷനിലാണ് ഗ്രൂപ്പ് ആവുന്നത്, അല്ലാതെ അഡീഷനിലല്ല. കാരണം അവിടെ എന്തില്ല? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഒന്നും ഇല്ല. സോ അണ്ടർ മൾട്ടിപ്ലിക്കേഷനാണത് ഫൈനൈറ്റ് ഗ്രൂപ്പ് ആവുന്നത്. അപ്പോൾ ഫൈനൈറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇൻഫൈനൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്? ഇൻഫൈനൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫൈനൈറ്റ്ലി മെനി എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ, അതേപോലെ തന്നെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ, അല്ലെങ്കിൽ നോൺ സീറോ റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ എന്താണ്? ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്തോളം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയും? ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ അവിടെ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും വന്നതുകൊണ്ട് നമുക്ക് ഒരു ടോപ്പിക്കും കൂടി അവിടെ നോക്കേണ്ടതുണ്ട്, ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്. എന്താണ് ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇൻ കേസ് ഇപ്പോൾ അത് ഫൈനൈറ്റ് ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഈസ് കോൾഡ് ഇറ്റ്സ് ഓർഡർ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് G = 1 - 1 അവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. സോ ഓർഡർ ഓഫ് G = 2. അപ്പോൾ അവിടെ ആ നൊട്ടേഷൻ ശ്രദ്ധിക്കാം. 2 വരയുടെ ഉള്ളിലാണ് നമ്മൾ ഒരു സെറ്റിൻ്റെ പേര് കൊടുക്കുന്നത്. ഓക്കെ, സോ കാർഡിനാലിറ്റി ഓഫ് G അല്ലെങ്കിൽ ഓർഡർ ഓഫ് G = എന്താണ്? 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.